ഹലോ ഫ്രണ്ട്സ്, അർജുനാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പ്രതിച്ഛായ. വ്യാഴാഴ്ചയാണ് പടം റിലീസായത്. എനിക്ക് ഇന്നാണ് കാണാൻ പറ്റിയത്. കുറച്ച് വർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പടം കാണണമെന്ന് ഉദ്ദേശിച്ച് കണ്ടതല്ല. പക്ഷേ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. സിംഗിളായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വൺ ടൈം വാച്ചബിൾ, ഡീസൻറ്റ് വൺ. എന്ന് വെച്ചാൽ ഇതിൻ്റെ റൈറ്റർ ഡയറക്ടർ ബി ഉണ്ണികൃഷ്ണൻ സാറാണ്. ഇതിൻ്റെ ത്രെഡ് നമ്മുടെ കേരള രാഷ്ട്രീയം നല്ല അടിപൊളിയായിട്ട് ശക്തമായിട്ടുള്ളൊരു കേരള രാഷ്ട്രീയ പടമാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറ്, നമ്മുടെ നിര്യാതനായ ജനനായകൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്തെ ഭരണവും സോളാർ കേസ് അതൊക്കെയാണ് മെയിൻ ത്രെഡായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പടത്തെപ്പറ്റി പറയുന്നതിന് മുമ്പ് എനിക്ക് കേരള രാഷ്ട്രീയത്തിൽ വൺ ഓഫ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഉമ്മൻചാണ്ടി സാറ്. കാരണം അത്ര നല്ലൊരു മനുഷ്യനായിരുന്നു പുള്ളി. കാരണം നമുക്കെല്ലാവർക്കും അറിയാം പുള്ളിയുടെ ഭരണ സമയത്തുണ്ടായിരുന്ന ജനസമ്മർദ്ദ പരിപാടി. എന്തോരം ആൾക്കാർക്കാണ് വീട് കിട്ടിയിരിക്കുന്നത്, കറണ്ട് ഇല്ലാത്തവർക്ക് കറണ്ട്, ജോലി ഇല്ലാത്തവർക്ക് ജോലി. എത്ര പേരാണ് പുള്ളി സഹായിച്ചിരിക്കുന്നത്. പക്ഷേ സോളാർ കേസിൽ പുള്ളി കുറേ കുറ്റവും കുറേയൊക്കെ അനുഭവിച്ചു പുള്ളി. അത് നല്ല വൃത്തിക്ക് ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. കാരണം ആ സമയത്ത് പുള്ളിക്കുണ്ടായ വിഷമങ്ങളും പുള്ളിയുടെ ആ മാനസികാവസ്ഥയെല്ലാം നല്ല അടിപൊളിയായിട്ട് ബാലേന്ദ്രൻ മേനോൻ സാറ് കുറേ നാളുകൾക്ക് ശേഷം പുള്ളീനൊരു നല്ലൊരു റോളിൽ ഈ പടത്തിൽ കാണാൻ പറ്റി. ഉമ്മൻചാണ്ടി സാറിൻ്റെ റോള് പുള്ളി നല്ല 100% നീതി പുലർത്തിയാണ് ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യും അത് കാണുമ്പോൾ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. ഒരു വ്യക്തിയെ അപമാനിക്കാനോ അല്ലെങ്കിൽ കുത്തിക്കാട്ടാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എൻ്റെ സ്ട്രിക്റ്റ്ലി പേഴ്സണൽ ഒപ്പീനിയനാണ്. അതേപോലെ മകനായിട്ട് അഭിനയിച്ചിരുന്നത് നിവിൻ പോളി. എനിക്ക് നിവിൻ പോളിക്ക് ഒരു ടൈലർ മെയ്ഡ് റോളായിട്ടാണ് എനിക്കിത് തോന്നിയത്. കാരണം കുറ്റങ്ങളും കുറവുകളൊന്നും പറയാനില്ല. തിയേറ്ററിൽ കാണാനുള്ളവർക്ക് തിയേറ്ററിൽ പോയി കാണാം, അല്ലാത്തവർക്ക് OTT വരുമ്പോൾ കാണാം. കാരണം ഞാൻ തിയേറ്ററിൽ പോയി കാണണമെന്ന് ആഗ്രഹിച്ചൊരു പടമാണ്. ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോലും റിവ്യൂ ഇടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ പടം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ഇടാമെന്ന് വെച്ചത്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വരുന്നത് RD ഇലുമിനേഷൻസും അതേപോലെ ശ്രീഗോകുലം മൂവീസ്, ഗോകുലം ഗോപാലണ്ണനാണ്. അപ്പോൾ കുറച്ച് വൈകിയാണെങ്കിലും നല്ലൊരു പടം കാണാൻ പറ്റി. അപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ പടം ഇറങ്ങിയ ആ ഒരു ടൈമിലുണ്ടായിരുന്ന റെസ്പോൺസ് അല്ല ഇപ്പോൾ ഉള്ളത്. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് ആൾ കയറുന്നുണ്ട്. ഞാൻ കണ്ടപ്പോഴും തിയേറ്റർ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ, ഇപ്പോൾ വെക്കേഷനൊക്കെയാണ്, തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നവർ തിയേറ്ററിൽ പോയി കാണുക. ലാഗും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നല്ലൊരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്. ഫസ്റ്റ് ഹാഫ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മൾ എൻഗേജ് ചെയ്തിരുത്തും ഇൻ്റർവെൽ വരെ. എന്നുവെച്ചാൽ ചെറിയ ഗൂസ് ബംസ് സീനൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ കുറച്ച് സിഗ്നേച്ചർ ഷോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പുള്ളിയുടെ കുറച്ച് പഴയ പടങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് നിവിൻ പോളിയുടെ നല്ല കലക്കനൊരു ബാക്ക് ഷോട്ട് ഉണ്ടായിരുന്നു. അടിപൊളിയാണ്. അതേപോലെ തന്നെ പടം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഒരു പൊളിറ്റിക്കൽ ഫാമിലി ഡ്രാമയിലേക്ക് മാറും. കാരണം ഈ ഒരു സോളാർ കേസ്, പിന്നെ മരണം അതൊക്കെ ഇങ്ങനെ കാണിച്ച് പോകുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഒരു എബോവ് ആവറേജ് ക്ലിക്കായിട്ടാണ് തോന്നിയത്. അപ്പോൾ അടുത്തൊരു പടമായിട്ട് നമുക്ക് കാണുന്നവരെ ബൈ.